വെൽക്കം ബാക്ക് ട്രാവൽ ഗോസ് സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശരത് കുമാർ അദ്ദേഹത്തിന്റെ പോർത്തൊഴിൽ എന്നൊരു സിനിമ ത്രില്ലറാണ്. ഒരുപാട് ത്രില്ലിംഗ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പോർത്തൊഴിൽ. ആ ഒരു സിനിമ കണ്ട അനുഭവത്തിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയെ ഞാൻ സമീപിക്കുകയുണ്ടായി. നിറങ്ങൾ മുന്നൂറ്. ഈ ഒരു സിനിമ പോർത്തൊഴിൽ എന്ന സിനിമയെ അപേക്ഷിച്ച് വളരെ ശോകമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലിലുള്ള ആക്ഷനും അദ്ദേഹത്തിന്റെ വേറിട്ട അഭിനയ ശൈലിയും ഒക്കെ പ്രതീക്ഷിച്ച് ഈ ഒരു സിനിമ OTT റിലീസായപ്പോൾ ഒരു പ്രാവശ്യം ഈ സിനിമ ഒന്ന് കണ്ടു. പക്ഷേ വളരെ മോശം അനുഭവമാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഗുമ്മ തോന്നിയിട്ടില്ല. അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ കണ്ടുകൊണ്ട് ചുമ്മാ ടൈം പാസിന് ഇരിക്കാൻ പറ്റിയൊരു സിനിമ അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ മറ്റൊരു രീതിയിലേക്ക് നല്ലൊരു ത്രില്ലിങ് ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരു സംഭവം ഇതിലില്ല. അതുപോലെ തന്നെ അതിർവ എന്ന യുവനായകൻ ഈ ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അതായത് ശരത് കുമാറിന്റെ മകനായിട്ടാണ് പുള്ളി ഈ ഒരു സിനിമയിൽ എത്തുന്നത്. കുറച്ച് ഇൻവെസ്റ്റിഗേഷനും കുറച്ച് സിനിമയും ഒക്കെ കൂട്ടിക്കുഴച്ച ഒരു സംഭവമാണ് ഈ ഒരു സിനിമ. ഈ അതിർവയുടെ തന്നെ ET എന്ന് പറയുന്ന സിനിമകളുണ്ട്. അല്ലെങ്കിൽ തന്നെ അതിർവയുടെ വേറെ ഒരുപാട് സിനിമകൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എൻഗേജ് ആയ ത്രില്ലറായ റൊമാൻറ്റിക് ആയ സിനിമകൾ. അതൊന്നും കണ്ട അനുഭവത്തിൽ ഈ ഒരു സിനിമയെ നമ്മൾ ഒരിക്കലും സമീപിക്കരുത്. അങ്ങനെ സമീപിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തികച്ചും നിരാശ തന്നെയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ പോയിരുന്ന് കണ്ടാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു സിനിമയെ ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ റിലീസായ ഒരു ചിത്രമാണ്. അത്യാവശ്യം ഓടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ലഭ്യമാണ്. അതുവഴിയാണ് ഈ ഒരു സിനിമ ഒന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ സിനിമ കണ്ട എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആവറേജ് ആയിട്ടുള്ള വലിയ ഗുമ്മൊന്നുമില്ലാത്തൊരു സൈലന്റ് മൂവി. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.